എത്ര ചെറുപ്പക്കാരാണ് പോലീസിന്റെ മർദ്ദനം കൊണ്ട് മരിച്ചു വീണത്? നിങ്ങൾക്കറിയാം, പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെ 42ഓളം ആളുകളുടെ മരണം, അതിൽ കസ്റ്റഡിയിൽ മരിച്ച ആളുകളുടെ 16ഓളം ആത്മഹത്യ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, ക്രൂരമായ മർദ്ദനം, ആമാശയം തകർന്നു മരിച്ച ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് കണ്ടതല്ലേ വരാപ്പുഴയിൽ? ആമാശയം തകർന്ന ചെറുപ്പക്കാരൻ, വേറെ ആള് മരിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പം 40 മുറിവുകളാണ് ശരീരത്തിനകത്തുണ്ടായത്. 40 ആഘാതം ശരീരത്തിനകത്ത്. പോലീസ് പണിയാണോ ഇത്? ഇത് പോലീസിന്റെ ജോലിയാണോ? ആരാ ഈ വകുപ്പ് ഭരിക്കുന്നത്? ഈ വകുപ്പ് കേരളത്തിൽ ഭരിക്കുന്നത് ഗുണ്ടകളാ. കോട്ടയത്ത് ഒരുത്തന്റെ കാല് വെട്ടിയിട്ട് പോലീസ് സ്റ്റേഷന്റെ മതിലിൽ കൊണ്ടുവെക്കാൻ മാത്രം ഗുണ്ടകൾക്ക് ധൈര്യമുള്ള അവസ്ഥയിൽ കുത്തഴിഞ്ഞ സംവിധാനമായി കേരളത്തിലെ പോലീസിങ്ങനെ ഇവര് മാറ്റി. കേരളത്തിലെ പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല, കേരളത്തിൽ കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കേരളത്തിലെ എല്ലാ പോലീസുകാരും കൊള്ളരുതാത്തവരായിട്ടുമല്ല. പക്ഷെ ഭരണവും ഇടപെടലുകളും നടപടികളും ഒക്കെ ചില ഗുണ്ടകളുടെ കൈകളിലേക്ക് ഭരണത്തിന്റെ പിന്തുണയോടെ എത്തിച്ചു കൊടുത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പരിപാടി നിങ്ങൾ ആലോചിച്ച് നോക്കണം. മൃതഭാവേ എന്ന് പറയുന്നു. എന്താ മൃതഭാവേ? അടിച്ചു കൊല്ലാരാക്കലാണോ മൃതഭാവേ? അടിച്ചു കൊല്ലലാണോ മൃതഭാവേ? എന്നിട്ട് ദൃഢകർത്ത എന്ന് പറയുന്നു. എന്താ ദൃഢമായിട്ടുള്ളവരുടെ കർത്തവ്യം? ഈ ഗുണ്ടകൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ലിസ്റ്റിൽ ഒപ്പിടലാണ് പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ഇപ്പൊ അടുത്ത ദിവസം നിങ്ങൾ കണ്ടതല്ലേ, കൊടിസുനി, കേരളം കണ്ട ഏറ്റവും ക്രിമിനലുകളിൽ ഒരാൾ, ക്രൂരമായ കൊലപാതകത്തിൽ ഈ വടകരയിലെ ജനങ്ങൾക്ക് മറ്റാരെക്കാളും അറിയാം. മനുഷ്യന് നിരക്കാത്ത ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു കൊടും ക്രിമിനൽ. ആ കൊടും ക്രിമിനലിന് ഇഷ്ടപ്പെട്ട ജയില് ഈ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുക. ആ കൊടും ക്രിമിനലിനും സംഘത്തിനും ഇഷ്ടപ്പെട്ട പരോളുകൾ ഈ ഗവൺമെന്റ് അനുവദിച്ചു കിടക്കുക. അവർ ഉള്ളിലാണോ പുറത്താണോ കൂടുതലെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് സംശയം വരുന്ന തരത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കൊടിസുനിക്ക് പരോള് കൊടുക്കുന്നതും പോരാ, ഇനി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോ പിണറായി വിജയന്റെ പോലീസ് വണ്ടി നിർത്തിക്കൊടുക്കുക. എന്നിട്ട് കാറിന്റെ മേലെ പ്ലേറ്റിൽ ചിക്കനും കയ്യിൽ സ്മോളും. ഈ കൊടും കൊലപാതക കൃത്യത്തിന് നേതൃത്വം നൽകിയ ക്രിമിനലുകൾ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 എണ്ണം വീശാൻ, ടച്ചിങ്സും അവിടെ കൂടെ സാധനങ്ങളും വെച്ച് കഴിക്കാനും കേരളത്തിലെ പോലീസ് കൂട്ടുനിൽക്കുമ്പോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് കൊടിസുനിമാരാണ് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾ കൊണ്ട് മനസ്സിലാവുക. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ ജയിലിലിടുമ്പോ ജയിലിനകത്ത് നിന്ന് അവൻ വേറെ കുറ്റം ചെയ്യുന്നു. കൊട്ടേഷൻ എടുക്കുക, ജയിലിനകത്ത് നിന്ന് ഫോൺ വിളിച്ചിട്ട് പുറത്ത് ആളുകളെ ഭീഷണിപ്പെടുത്തുക, ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ കൊട്ടേഷൻ എടുക്കുക, സ്വർണ്ണക്കച്ചവടം നടത്തുക, സ്വർണ്ണ തട്ടിപ്പ് നടത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിനൊക്കെ കേരളത്തിൽ അനുമതി കൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇതിനൊക്കെ അനുമതി കൊടുത്തിട്ട് അനങ്ങാതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്തിരുന്നിട്ട് കേരളത്തിന്റെ പോലീസിങ്ങിനെ തനി ഗുണ്ടായുസമാക്കി മാറ്റിയതിന്റെ ക്രെഡിറ്റ് മാത്രമേ താങ്കളുടെ പേരിൽ ചരിത്രം രേഖപ്പെടുത്തുകയുള്ളൂ എന്ന് പിണറായി വിജയനോട് പറയാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു. ഇന്നത്തെയൊക്കെ പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പൊ ഇവിടെ പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന വാർത്തകൾ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടത്. ആളുകൾക്ക് പരാതി കൊടുക്കാൻ പോവാൻ പോലും പേടിയാ. കാരണം കൊടുക്കാൻ പോയവന്റെ അവസ്ഥ എന്താവും എന്നുള്ളത് ഇന്നത്തെ വാർത്തയിൽ നമ്മൾ പറയുന്നുണ്ട്. കൊടുത്തവന്റെ കാര്യം പോട്ടെ, ഒരു CCTV ദൃശ്യം ചോദിച്ചിട്ട് 5 വർഷമായിട്ട് വിവരാവകാശം ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അതിന്റെ വിവരം കിട്ടാതിരിക്കുക. 5 വർഷമായിട്ട് കുമാരേട്ട അത് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കാനുള്ള ആർജവം ഉണ്ടാവും. ഇതൊന്ന് ഇപ്പോഴും അവർക്ക് സസ്പെൻഷൻ, ഈ ക്രൂരതക്ക് നേതൃത്വം നൽകിയ ആളുകളുടെ സസ്പെൻഷൻ അതൊരു താൽക്കാലികം കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അവരെ പിരിച്ചുവിടാതെ ഈ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു നടപടിയായിട്ട് ആരും കരുതണ്ട. തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുന്നതാണ്. എന്നിട്ട് സമയമാകുമ്പോ അവരെ തിരിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇനി തിരിച്ചെടുക്കാനുള്ള സമയം ഈ ഗവൺമെന്റിന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളത് അതും കൂടെ ഇതിനോട് ചേർത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
അതുപോലെ കുത്തഴിഞ്ഞ സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസിംഗ് മാറിയിരിക്കുകയാണ്.